ഏറെ ആരാധകരുള്ള നടനാണ് തമിഴ് നടൻ പാർത്ഥിപൻ. നിരവധി സിനിമകളിൽ അഭിനയിച്ച പാർത്ഥിപൻ 15 സിനിമകൾ സംവിധാനം ചെയ്യുകയും നിരവധി ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നടനും സംവിധായകനുമായ ഭാഗ്യരാജിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് സിനിമയിലേക്കുള്ള തുടക്കം. പിന്നീട് ചെറിയ കഥാപാത്രങ്ങളിലൂടെയാണ് പാർത്ഥിപൻ അഭിനയ ജീവിതം ആരംഭിച്ചത്. ഭാരതി കണ്ണമ്മ, നീ വരുവായി എന, വെട്രി കൊടുകാറ്റ്, ആയിരത്തിൽ ഒരുവൻ, പൊന്നിയിൻ സെൽവൻ തുടങ്ങിയ ചിത്രങ്ങളിലെ പാർത്ഥിപൻ്റെ പ്രകടനം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട മലയാളത്തിൽ എടുത്ത മേൽവിലാസം എന്ന ചിത്രത്തിലെ പാർത്ഥിപൻ്റെ അഭിനയവും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തമിഴ് നടി സീതയെയായിരുന്നു പാർത്ഥിപൻ വിവാഹം ചെയ്തിരുന്നത്. ഈ വിവാഹത്തിൽ ഇവർക്ക് 2 പെൺകുട്ടികളുമുണ്ട്. ഒരു ആൺകുട്ടിയെ ഇവർ ദത്തെടുത്തതാണ്. അഭിനയ, കീർത്തന എന്നീ 2 പെൺകുട്ടികളുടെയും വിവാഹം കഴിഞ്ഞു. കീർത്തന കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രത്തിലൂടെ എല്ലാവരുടെയും മനം കവർന്ന താരമാണ്. മാധവൻ്റെയും സിമ്രാൻ്റെയും മകളായി എത്തിയത് കീർത്തനയായിരുന്നു. മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയാണ് സീത. മലയാളത്തിൽ ചില ചിത്രങ്ങളിലും സീരിയലുകളിലും സീത അഭിനയിച്ചിട്ടുണ്ട്. വിനോദയാത്രയിലെ മുകേഷിൻ്റെ ഭാര്യയായി എത്തിയതും സീതയായിരുന്നു. നോട്ട്ബുക്ക്, ഗ്രാൻഡ് മാസ്റ്റർ, വിനോദയാത്ര, മൈ ബോസ് തുടങ്ങിയ ചിത്രങ്ങളിലും സീത അഭിനയിച്ചു. സിനിമയിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് പാർത്ഥിപനും സീതയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. വീട്ടിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ടാണ് സീത അഭിനയിച്ചു തുടങ്ങിയത്. താല്പര്യമില്ലാതിരുന്ന കാലത്തും അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സീത അഭിനയിച്ചത്. തനിക്ക് കിട്ടിയിരുന്ന കാശ് പോലും എത്രയാണെന്ന് അറിയില്ലായിരുന്നുവെന്ന് സീത പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് സീത പാർത്ഥിപനെ പ്രണയിക്കുന്നത്. ഇരുവരുടെയും പ്രണയം വീട്ടിലറിഞ്ഞതോടെ സീതയുടെ അച്ഛൻ ശക്തമായി എതിർത്തു. ഷൂട്ടിങ്ങിനും അമ്പലത്തിലും ഹോട്ടലിലുമൊക്കെ പോകുന്ന സീതയെ നിരീക്ഷിക്കാനും തുടങ്ങി. എല്ലാ അർത്ഥത്തിലും താൻ പെട്ടുവെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ സീത പാർത്ഥിപന് കത്തെഴുതുകയായിരുന്നു. തനിക്കിനിയും ഇവിടെ സഹിക്കാൻ പറ്റില്ലെന്ന തരത്തിലായിരുന്നു ആ കത്ത്. ഇത് വായിച്ച ഉടനെ സീതയെ കല്യാണം കഴിക്കാൻ പാർത്ഥിപൻ തീരുമാനിക്കുകയായിരുന്നു. ഇതെങ്ങനെ സീതയെ അറിയിക്കും എന്നത് വീണ്ടും പ്രശ്നമായി. അറിയിക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സീതയുടെ വീടിന് മുന്നിൽ കാര്യങ്ങൾ അറിയാൻ പാർത്ഥിപൻ കുറച്ച് സുഹൃത്തുക്കളെ നിർത്തി. എന്നിട്ടും കാര്യമായ ഫലമുണ്ടായില്ല. ഒടുവിൽ സീതയുടെ ഒരു കസിൻ ഇവർക്ക് സഹായവുമായി എത്തി. ഒരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിനായി സീത വീടിന് വെളിയിൽ വരുമെന്ന് ഇവർ അറിഞ്ഞു. അങ്ങനെ സാധാരണ നടിമാരെ കാറിലാണ് ഷൂട്ടിങ്ങിന് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ 2 കാറുകളിലായി പാർത്ഥിപൻ്റെ സുഹൃത്തുക്കൾ കാത്തിരുന്നു. പാർത്ഥിപൻ സുഹൃത്തിൻ്റെ വീട്ടിൽ വിവാഹ വേഷത്തിൽ കാത്തു നിൽക്കുകയായിരുന്നു. സമയം കഴിഞ്ഞിട്ടും സീത വരുന്നത് കണ്ടില്ല. 5 മണിക്കാണ് വിവാഹം പ്ലാൻ ചെയ്തതെങ്കിലും 7 മണിയായിട്ടും സീത വന്നില്ല. അവസാനം സീത വന്നു എന്ന് കേട്ടതോടെയാണ് എല്ലാവർക്കും ആശ്വാസമായത്. തുടർന്ന് സീത വന്നയുടൻ പാർത്ഥിപൻ താലി കെട്ടുകയായിരുന്നു. സീതയും പാർത്ഥിപനും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വിവാഹമോചനം നേടിയിരുന്നു. പാർത്ഥിപൻ തന്നെ വിവാഹശേഷം അഭിനയിക്കാൻ സമ്മതിച്ചില്ലെന്നും തൻ്റെ ജീവിതത്തിൽ എടുത്ത തെറ്റായ തീരുമാനമായിരുന്നു ഈ വിവാഹമെന്നും സീത നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ ഇരുവരും എങ്ങനെയാണ് വിവാഹം കഴിച്ചതെന്ന് സംബന്ധിച്ച വിവരങ്ങളാണ് പുറത്തു വരുന്നത്.